സുഹൃത്തുക്കളെ, എന്താണ് വിശേഷങ്ങൾ? ആർക്കും സുഖല്ലേ? പിന്നെ കുറെ ആയിട്ടുള്ളൊരു സംശയമാണ്. അപ്പോൾ ഇങ്ങനെ കേട്ടിക്കൊണ്ടിരിക്കുകയാണ്. അപ്പോൾ അതൊന്ന് പറഞ്ഞു തരട്ടെ അറിയുന്നത്. ഈ നമ്മളിങ്ങനെ ന്യൂസുകളിലൊക്കെ കാണാറുണ്ട്, വിവാഹ വാഗ്ദാനം നൽകിയിട്ട് പീഡിപ്പിച്ചു, ഇന്നാള് അറസ്റ്റിൽ, ഇന്ന വ്യക്തി അറസ്റ്റിൽ എന്നൊക്കെ പറഞ്ഞു. 2 കൊല്ലമായിട്ട് വാഗ്ദാനം നൽകി 2 കൊല്ലമായിട്ട് നൽകിയിട്ട് പീഡിപ്പിച്ചു, അറസ്റ്റിലായി, അല്ലെങ്കിൽ പല സ്ഥലങ്ങളിൽ കൊണ്ടുപോയി പീഡിപ്പിച്ചു, ഇന്നാൾ അറസ്റ്റിലായി എന്നൊക്കെ. അപ്പോൾ നമുക്ക് ചോദിക്കാനുള്ളതേ, ഈ വിവാഹ വാഗ്ദാനം എന്ന് പറഞ്ഞാൽ അത് വാഗ്ദാനമല്ലോ, കല്യാണം കഴിക്കുക എന്ന് പറഞ്ഞില്ലല്ലേ. കല്യാണം കഴിക്കുക എന്നൊരാൾ പറഞ്ഞു കഴിഞ്ഞാൽ എന്തിനാണ് ഇയാൾക്ക് ഇത് മൊത്തം കൊടുക്കുന്നത്? അതല്ലെങ്കിൽ 2 കൊല്ലമായിട്ട് പീഡിപ്പിച്ചു, അത് 2 കൊല്ലം അതിന് സമ്മതം മൂടിയിട്ടാണല്ലോ ഈ പരിപാടിയൊക്കെ നടക്കുക. അതല്ലെങ്കിൽ പല സ്ഥലങ്ങളിൽ കൊണ്ടുപോയിട്ട് പീഡിപ്പിക്കണമെങ്കിൽ അങ്ങനൊക്കെ വെറുതെ പോവില്ലല്ലോ, മൂപ്പരെ കൂടെ തന്നെ പോകണ്ടേ. അതിനൊക്കെ സമ്മതം മൂടിയിട്ടുണ്ടല്ലേ പല സ്ഥലങ്ങളിലും പോണത്. എന്നിട്ട് അവസാനം ഒരു പീഡന കേസും കൊടുക്കുക. നമുക്ക് ഈ കല്യാണം വാഗ്ദാനം നൽകി എന്ന് പറഞ്ഞാൽ നമ്മളെ മൊത്തം ആണ് കൊടുക്കേണ്ട ആവശ്യമില്ലല്ലോ. അതിന് കല്യാണം കഴിഞ്ഞിട്ട് എല്ലാവരും അങ്ങനെ തന്നെ, കല്യാണം കഴിഞ്ഞ് അതിനൊക്കെ സൗകര്യം ഉണ്ടല്ലോ. കല്യാണം കഴിഞ്ഞിട്ട് മൊത്തം കൊടുത്താൽ മതി. വാഗ്ദാനം നൽകി മൊത്തം കൊടുക്കേണ്ട ആവശ്യമില്ല. അപ്പോൾ അതിനായിട്ട് മുന്നേ കൊടുക്കുന്ന മാത്രം കൊടുത്താൽ മതിയല്ലോ. അതുകൊണ്ടല്ലേ പീഡനം എന്ന് പറയുന്നത്. അത് ചെയ്ത് പിന്നാലെ നടന്നതിനൊക്കെ സൗകര്യം ഒരുക്കി കൊടുത്തിട്ട് പിന്നെ ഒരാളെ മാത്രം അറസ്റ്റ് ചെയ്ത് കൊണ്ടുപോവുക. നമ്മുടെ സംശയമാട്ടെ, വലിയൊരു സംശയമാണ്. ഇപ്പം നമ്മളൊക്കെ കല്യാണം കഴിക്കുമ്പോൾ, മാന്യമായിട്ട് കല്യാണം കഴിക്കുമ്പോൾ എന്താ ചെയ്യുക? ആദ്യം വാഗ്ദാനം എന്ന് പറയുമ്പോൾ എന്താണ്, നിശ്ചയം കഴിക്കും, എൻഗേജ്മെൻ്റ് ഒക്കെ കഴിച്ച് എല്ലാവരും കൂടി ആലോചിച്ചിട്ട് ഇന്ന ദിവസം കല്യാണം കൊണ്ട് തീരുമാനം എടുക്കുക. അതാണ് വാഗ്ദാനം. എൻ്റെ പണ്ട് വീട്ടുകാരും കൂടി സമ്മതിച്ചൊരു വാഗ്ദാനം കൊടുക്കുക, ഇന്നാളെ കിട്ടുന്ന വാഗ്ദാനം. അപ്പോൾ ആ വാഗ്ദാനം ചെയ്തിട്ട് പിന്നെ അതിൻ്റെ മുന്നേ നമ്മൾ കൊടുക്കേണ്ട ആവശ്യമില്ലല്ലോ. ഒരാൾ വന്നിട്ട് കല്യാണം കഴിക്കാമെന്ന് പറഞ്ഞിട്ട് വാഗ്ദാനം കൊടുത്താൽ എന്നാൽ പിറ്റേ ദിവസം മുതൽ ഇന്ന വായോ എന്ന് പറഞ്ഞിട്ട് മൊത്തത്തിലാണ് കൊടുത്താൽ പിന്നെ അത് പീഡനമായി മാറില്ലല്ലോ. രണ്ടും കൂട്ടും സമ്മതിച്ചിട്ടല്ലേ. അപ്പോൾ രണ്ടാളെ ഭാഗത്തും തെറ്റുണ്ടല്ലോ. പിന്നെ ഇങ്ങനെ ഒരാളെ മാത്രമേ അറസ്റ്റ് ചെയ്യുന്നൊരു പിടുത്തം കിട്ടുന്നു. അറിയായിട്ട് ചോദിക്കട്ടോ, അങ്ങനെയൊക്കെ വല്ല വകുപ്പുണ്ടെങ്കിൽ ഒന്ന് അറിയാൻ വേണ്ടിയിട്ടാണ്. ഓക്കെ, ഇനി ഒരുപാട് പറയണമെന്നുണ്ട്, പക്ഷേ ഇനി അറിയണമെങ്കിൽ കമൻ്റ് ഇടുമ്പോൾ നമുക്ക് അറിയാൻ വേണ്ടിയിട്ടാണ്, അറിയാലോ ഇന്നതാണ് സംഗതി, ഇന്നാണ് സംഗതി. ഓക്കെ, അപ്പം എന്നാൽ ശരി, അറിയുന്നതൊന്ന് പറഞ്ഞു തരും.